ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധ 2-ാം അധ്യായം. ഇപ്പം നമ്മൾ ഇന്നലെ 6-ാം ശ്ലോകത്തിലാണ് നിർത്തിയത് അല്ലേ? ഇപ്പോൾ കലിയുടെ വിശേഷം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാണ്. നമുക്കൊക്കെ അറിയാതെ ഇനി ഇപ്പോഴും സംഭവിക്കുന്നതല്ലേ. അപ്പോൾ ജലാശയം, യഥാർത്ഥ ജലാശയം എന്ന ആൾക്കാർ കരുതില്ല എന്ന് പറയുക. ഗംഗാതീർത്ഥത്തെയോ അച്ഛനെയോ അമ്മയോ ഗുരുഭൂതന്മാരെയോ ഒന്നും പുണ്യസ്ഥാനമായിട്ട് ആരും കരുതില്ല. ദൂരെയുള്ള ഏതെങ്കിലും ജലാശയത്തെ തീർത്ഥാന്ന് കരുതി തലമുടി ഭംഗിയിൽ ഇങ്ങനെ ചീകി ഒതുക്കി വേഷം കെട്ടുന്ന തന്നെയാ സൗന്ദര്യമെന്ന് നിശ്ചയിക്കും. അവരവരുടെ ഉപജീവനം സമ്പാദിക്കുന്നത്, പൈസ സമ്പാദിക്കണേ പരമപുരുഷാർത്ഥാന്ന് കരുതും. അതാണ് കലിയിൽ സംഭവിക്കാൻ പോണേ. ധർമാദി പുരുഷാർത്ഥങ്ങളെ ഗണിക്കില്ല. മോക്ഷമൊന്നും ആർക്കും വേണ്ട. പരവഞ്ചനാ സാമർഥ്യം ആസ്പദമാക്കിയിട്ട് സത്യം നിശ്ചയിക്കും. യഥാർത്ഥ ഭാഷണം നിസാരാക്കും. ദ്രാക്ഷ്യം കുടുംബഭരണം യശോർത്ഥേ ധർമ്മസേവനം എവം പ്രജാഭിർ ദുഷ്ടാഭിർണീക്ഷിതി മണ്ഡലീം ബ്രഹ്മവിക്ഷത്രശൂദ്രാണാം യൂബലീ ഭവിതാ നൃപാഃ പ്രജാഹി ലുബ്ധൈ രാജന്യൈർനിർഘൃണൈർധസ്യുധർമ്മഭീം ആച്ഛിന്നദാരദ്രവിണാം യാസ്യന്തി ഗിരികാനനം. ദാക്ഷ്യം, ദക്ഷത, സാമർഥ്യം, കുടുംബഭരണം, കുടുംബത്തെ ഭരിക്കുന്നത്, യശോർത്ഥ, യശസ്സിനായിട്ട്, ധർമ്മസേവനം, ധർമ്മത്തെ സേവിക്കുന്നത്. ഏവം ദുഷ്ടാഭിപ്രജാഭിപ്രകാരം ദുഷിച്ച പ്രജകളാൽ ക്ഷിതിമണ്ഡലേ ഭൂമണ്ഡലം ആകിർണെ വ്യാപിക്കപ്പെടുന്ന സമയത്ത് ബ്രഹ്മവിക്ഷത്രശൂദ്രാണം ബ്രാഹ്മണ വൈശ്യ ക്ഷത്രിയ ശൂദ്രന്മാരുടെ മധ്യേ ബലവാൻ യാതിരുത്തനോ സ നൃപാ ഭവിത, അവൻ രാജാവായിട്ട് വരും. നിർഘൃണൈ കാരുണ്യഹീനരും ദസ്യുധർമ്മഭി കള്ളന്മാരുടെ സ്വഭാവത്തോടു കൂടിയ രാജന്യൈ രാജാക്കന്മാരാൽ ആച്ഛിന്നദാരദ്രവിണ അപഹരിക്കപ്പെട്ട ഭാര്യമാരോടും ധനങ്ങളോടും കൂടിയ പ്രജകൾ ഗിരികാനനം പർവ്വതങ്ങളിലെ പൂന്ന് പറയുക. ഇപ്പോൾ ജനങ്ങളുടെ സാമർഥ്യേ കുടുംബഭരണത്തിൽ മാത്രം ഒതുങ്ങും. ധർമാതിപുരുഷാർത്ഥം സമ്പാദിക്കണേലായിരിക്കില്ല. പേരുണ്ടാക്കണം അല്ലേ, യശസ്സുണ്ടാവണം എന്ന താല്പര്യ നിമിത്തം മാത്രമായിരിക്കും ധർമ്മം ആശ്രയിക്കുക. ധർമ്മം, ഞാൻ വലിയ ധർമ്മിഷ്ഠനാന്ന് കാണിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നതാണ് പറയണേ. യഥാർത്ഥമായിട്ടുള്ള ധർമ്മം ചെയ്താലല്ലേ പരലോകത്തിൽ നല്ല കിട്ടുള്ളൂ. അപ്പോൾ പരലോകഹിതം ഉദ്ദേശിച്ച ധർമ്മമൊന്നും സേവിക്കില്ല. ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ധർമ്മത്തെ പറ്റി ഇങ്ങനെ കാണിച്ചു കൂട്ടുള്ളൂ. ഇപ്രകാരം ദുഷിച്ച പ്രജകൾ ലോകത്ത് നിറയുമ്പോൾ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ ഇവരെ സംഘങ്ങളിൽ ആരാണോ ബലവാൻ അവൻ രാജാവായിട്ട് വരും. കാരുണ്യവും ധർമ്മനിഷ്ഠയും ഒന്നുമില്ലാണ്ട് പിടിച്ചുപറിക്കാരായിട്ടുള്ള രാജാക്കന്മാർ പ്രജകളുടെ ധനവും സ്ത്രീകളെ വരെ ഭാര്യമാരെയും ബലാത്കാരേണ അപഹരിക്കുമ്പോൾ രാജ്യത്തിരിക്കാൻ സാധിക്കാണ്ട് സഹികെട്ട അശക്തരായിട്ടുള്ള പ്രജകൾ പർവ്വതങ്ങളിലും കാടുകളിലും അഭയം തേടും, ചെന്നു വസിക്കും. ശാഖമൂലാമിഷക്ഷൗദ്ര ഫലപുഷ്പാഷ്ടിഭോജനാ അനാവൃഷ്ട്യ വിനങ്ഷ്യന്തി നിർഭിക്ഷ കരപീഡിത. ശാഖം ഇലക്കറി, മൂലം കിഴങ്ങ്, ആമിഷം മാംസം, ക്ഷൗദ്രം തേൻ, ഫലം കായ്, പുഷ്പം പൂവ്, അഷ്ടി ബീജം, അനാവൃഷ്ടി മഴയില്ലായിക, കരം രാജഭോഗപ്പോൾ വേണ്ട സമയത്ത് അല്ലേ, സമുചിത കാലത്ത് മഴയില്ലാത്ത വർഷമില്ലായ്മ നിമിത്തം ഭക്ഷണപദാർത്ഥങ്ങളുടെ ദുർഭിക്ഷം ധാരാളം ഉണ്ടാവും. അങ്ങനെ രാജാവിൻ്റെ കരം കൊടുക്കാൻ സാധിക്കാണ്ട് ദുഃഖിതരായിട്ടുള്ള ജനങ്ങൾ ചീര, താള്, തകര തുടങ്ങിയ ഇലകളും കിഴങ്ങ്, മാംസം, മധു, കായ്കൾ, പൂക്കൾ, പലമാതിരി ബീജങ്ങൾ ഇതൊക്കെയും ആഹരിക്കുന്നവരായിട്ട് ഭവിക്കും. ബലവാന്മാർ ദുർബലരെ ആക്രമിക്കും. ഇങ്ങനെ പലവിധ ബലമുള്ളവരെ ദുർബലരെ ആക്രമിക്കും. പലവിധ കഷ്ടതകൾ നിമിത്തം ജനങ്ങൾ കലിയിലങ്ങട് നശിക്കും. ക്ഷുത്രഭ്യാം
വ്യാധിഭിശ്ചൈവ സന്തപ്സ്യന്തേ ച ചിന്തയാ 30-വിംശതി വർഷാണി പരമായുഃ കലൗ നൃണാം ക്ഷുത്ത് വിശപ്പ് തൃട്ട് ദാഹം വ്യാധിരോഗം സന്തപ്സ്യന്തേ സന്തപിക്കും ചിന്ത കൊണ്ട് 30-30-50-20 കലു കലിയിൽ നൃണാം മനുഷ്യർക്ക് പരം ആയുസ്. വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും മനപ്പീഡ കൊണ്ടും ജനങ്ങൾ ഇങ്ങനെ ദുഃഖിക്കും. കലികാലത്ത് ജനങ്ങളുടെ പരമായസ് 20 വയസ്സോ 30 ചുരുങ്ങും. ക്ഷീയമാണേഷു ദേഹേഷു ദേഹിനാം കലിദോഷതാ വർണ്ണാശ്രമവതാം ധർമ്മേ നഷ്ടേ വേദപഥേ നൃണാം. കലിദോഷത കലികാലം മൂലം ദേഹിനാം ദേഹികളുടെ മനുഷ്യരെ ദേഹേഷു ദേഹങ്ങൾ ക്ഷീയമാണേഷു ഇങ്ങനെ ക്ഷീണിച്ച് ചടച്ചുകൊണ്ടിരിക്കും. വിഷയത്തിൽ വർണ്ണാശ്രമവതാം വർണ്ണാശ്രമങ്ങൾ ആചരിക്കണം നൃണാം മനുഷ്യരുടെ വേദപഥി വേദമാർഗ സംബന്ധമായിട്ടുള്ള ധർമ്മേ ധർമ്മം നഷ്ടേ നശിക്കും എന്ന് പറയുക. അപ്പോൾ കലികാലദോഷം നിമിത്തം ശരീരികളുടെ ശരീരങ്ങൾ നമ്മുടെയൊക്കെ ശരീരേ ചെറുതായി പോവും, ക്ഷീണിച്ച്. വർണ്ണാശ്രമധർമ്മങ്ങൾ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ആചരിക്കുന്ന വേദമാർഗം അനുസരിച്ച് നടത്തി വരുന്ന ധർമ്മം നശിക്കും. വേദധർമ്മം നശിക്കും എന്നാണ് പറയുന്നത്. ഈശ്വര അതിൻ്റെ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. വേദം ആകെ അവശേഷിച്ച് കേരളത്തിലാണ്, നമ്പൂതിരിമാരുടെ ഇടയിൽ. അതും വല്ലാണ്ടായി. എന്നാലും ആരൊക്കെയോ പരിശ്രമിച്ച് വളരെ ധർമ്മിഷ്ഠരായിട്ടുള്ളവർ വീണ്ടും അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമം നടക്കുന്നുണ്ട്. പാഖണ്ഡ പ്രചുരേ ധർമ്മേ ദസ്യു പ്രായേഷു രാജസു ചൗര്യാനൃതവൃഥാ ഹിംസാൻ ഹിംസാനാനാവൃത്തിഷു വൈ നൃഷു ധർമ്മേ ധർമ്മം പാഖണ്ഡ പ്രചുരേ. പാഖണ്ഡ അധികരിക്കും വിഷയത്തിൽ രാജസു രാജാക്കന്മാർ, ദസ്യു പ്രായേഷു കള്ളന്മാരെ വീട്ടിലായിരിക്കും വിഷയത്തിൽ, നൃഷു മനുഷ്യർ, ചൗര്യാനൃതവൃഥ ഹിംസാനാനാവൃത്തിഷു കളവ് അസത്യവാദം കാരണമില്ലായക ഹിംസ ഇങ്ങനെ ബഹുവിധ വ്യാപാരങ്ങളോട് കൂടിയവരായിരിക്കും. ജനങ്ങളുടെ ധർമാനുഷ്ഠാനക്രമം അവരവരുടെ ഇഷ്ടം പോലെ സ്വയം കൽപ്പിച്ചുണ്ടാക്കുന്നു പറയുക. രാജാക്കന്മാർ പിടിച്ചു പറിച്ചുകൊണ്ട് പിടിച്ചു പറിക്കാരെ സമ്പ്രദായമാണ് അനുസരിക്കുക. അത് അവരുടെ ധർമ്മമായിട്ട് അവർ കണക്കാക്കും. ജനങ്ങളോ കക്കുക, കളവ് പറയുക, കാരണമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഹിംസിക്കുക, ഇങ്ങനെയുള്ള ബഹുവിധ പ്രവൃത്തികൾ ഉപജീവനമാർഗമായിട്ട് അംഗീകരിക്കും. ശൂദ്രം ഗുണ്ടായിസൊക്കെയാവും സാരം. ശൂദ്രപ്രായേഷു വർണ്ണേഷു ഛാഗപ്രായാസു ധേനുഷു ഗൃഹപ്രായേഷു ആശ്രമേഷു യൗനപ്രായേഷു ബന്ധുഷു വർണ്ണേഷു വർണ്ണങ്ങൾ ശൂദ്രപ്രായേഷു ശൂദ്രസദൃശമായിരിക്കും വിഷയത്തിൽ. ധേനുഷു പശുക്കൾ, ഛാഗപ്രായാസു ആടുകൾക്ക് തുല്യമായിരിക്കും വിഷയത്തിൽ. ആശ്രമേഷു ആശ്രമങ്ങൾ, ഗൃഹപ്രായേഷു ഗൃഹസ്ഥാശ്രമ സദൃശങ്ങളായിരിക്കും. ബന്ധുഷു ബന്ധുക്കൾ, യോനി സംബന്ധ പ്രധാനികളായിരിക്കും വിഷയത്തിൽ എന്ന് പറയുകയാണ്. ഈ ബ്രാഹ്മണ ക്ഷത്രിയ അതികളായിട്ടുള്ള വർണ്ണങ്ങൾ അവരവരുടെ ആചാരങ്ങളൊക്കെ വെടിഞ്ഞ് ശൂദ്രതുല്യരായിട്ട് ഭവിക്കും. പശുക്കൾ ആകൃതി കൊണ്ടും പാലുകൊണ്ടും ആടുകൾക്ക് തുല്യമായിരിക്കും. ബ്രഹ്മചര്യ സന്യാസാദികളായിട്ടുള്ള ആശ്രമങ്ങൾ സ്വീകരിച്ചവർ ഗൃഹസ്ഥാശ്രമികളെപ്പോലെ മൈഥുന വിഷയ ഭോഗങ്ങൾ അനുഭവിക്കുന്നതിൽ താല്പര്യരായിട്ട് വരും. സന്യാസിമാരൊക്കെ ആകെ കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നു സാരം. ഭാര്യാസംബന്ധികളെ മാത്രമേ ബന്ധുക്കളായിട്ട് ഗണിക്കുള്ളൂ മനുഷ്യരെന്ന് പറയുകയാണ്. പ്രായാസ്വേ അണുപ്രായാസു ഔഷധീഷു ശമീപ്രായേഷു സ്ഥാനുഷു വിദ്യുത്പ്രായേഷു മേഘേഷു ശൂന്യപ്രായേഷു സത്മസു ഔഷധീഷു ഔഷധച്ചെടികൾ അണുപ്രായാസു അണുതുല്യമായിട്ടും സ്ഥാസ്നുഷു മഹാവൃക്ഷങ്ങൾ ശമീപ്രായേഷു ശമീവൃക്ഷ സദൃശങ്ങളായിട്ടും മേഘേഷു മേഘങ്ങൾ വിദ്യുത്പ്രായേഷു മിന്നൽ പ്രണകൾ അധികരിച്ചതും സത്മസു ഭവനങ്ങൾ ശൂന്യങ്ങൾ പോലെ ഇരിക്കും വിഷയത്തിൽ. ഔഷധച്ചെടികളെല്ലാം വളരെ ചെറുതായി പോവും എന്ന് പറയുക. ഔഷധച്ചെടികളെല്ലാം മഹാവൃക്ഷങ്ങളായിക്കോട്ടെ വലിപ്പം കൊണ്ടും ഫലം കൊണ്ടും ശമീവൃക്ഷങ്ങളെപ്പോലെ വളരെ ചെറുതായി പോവും. മഹാവൃക്ഷങ്ങൾ ചെറുതാവും. ഔഷധച്ചെടികളൊക്കെ ആകെ കൃശങ്ങളായിട്ട് വളരെ ചെറുതായി പോവും. മഹാവൃക്ഷങ്ങളാവേണ്ട വൃക്ഷങ്ങൾ ചെറുതായി പോവും.
ഇപ്പോൾ കണ്ടൂടെ, ഇപ്പോൾ പ്ലാവൊക്കെ വളരെ ചെറുതായിട്ടുണ്ടാക്കണ മാവൊക്കെ അല്ലേ, മേഘങ്ങൾ മിന്നൽ അധികരിച്ചും ജലം കുറഞ്ഞും, മഴ കുറവായിരിക്കും, മിന്നലായിരിക്കും അധികം മേഘങ്ങളിൽ നിന്ന് വരിക, കാർമേഘങ്ങളിൽ നിന്ന്. വീടുകളോ ഗൃഹങ്ങളോ അതിഥി സൽക്കാര മര്യാദ ഒക്കെ വെടിഞ്ഞ് ശൂന്യഗ്രഹങ്ങളെ പോലെ ഭവിക്കും. ഇത്തം കലൗ ഗതപ്രായേ ജനേതു ഘരധർമ്മിണീ ധർമ്മത്രാണായ സത്വേന ഭഗവാൻ അവതരിഷ്യതി. ഇത്തം പ്രകാരം ജനം ഘരധർമ്മിണി, ഘരത്തിൻ്റെ കഴുതയുടെ ധർമ്മത്തോടു കൂടിയ കലിയിൽ ഗതപ്രായി അവസാനിക്കാറാവുമ്പോൾ ധർമ്മത്രാണായ ധർമ്മസംരക്ഷയ്ക്കായിട്ട് ഭഗവാൻ ഷഡ്ഗുണപരിപൂർണനായിട്ടുള്ള ഈശ്വരൻ സത്വേന സത്വസ്വരൂപത്തോടുകൂടി അവതരിക്കും. ഇപ്രകാരം ജനസമുദായി ന്യായാന്യായ വിചാരമൊന്നും കൂടാണ്ട് മൃഗങ്ങളെപ്പോലെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, മൃഗവ്യാപാരം പോലെ അല്ലേ, മൃഗങ്ങളുടെ ധർമ്മത്വം, മൃഗങ്ങളെപ്പോലെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ജീവിക്കണേന് തുടങ്ങുകയല്ല, അങ്ങനെയാണ് ജീവിക്കണേ. അതിന് കാരണമായിട്ടുള്ള കലിയുഗം കഴിയാറാവുമ്പോൾ ധർമ്മരക്ഷയ്ക്കായിട്ട് ഭഗവാൻ ശ്രീനാരായണൻ സത്വഗുണപ്രധാനായിരിക്കണ സ്വരൂപത്തോടു കൂടി അങ്ങോട്ട് അവതരിക്കും. ചരാചരഗുരൂർ വിഷ്ണു ഈശ്വരസ്യ അഖിലാത്മനാ ധർമ്മത്രാണായ സാധൂനാം ജന്മകർമ്മപനുത്തയേ ശംഭള ഗ്രാമമുഖ്യസ്യ ബ്രാഹ്മണസ്യ മഹാത്മനാ ഭവനെ വിഷ്ണുയശസ കൽക്കി പ്രാദുർഭവിഷ്യതി. ചരാചരഗുരു, ചരങ്ങളും അചരങ്ങളായിരിക്കണവരുടെ ഗുരുവും ഈശ്വരസ്യ നിയന്ത്രിക്കണവനും അഖിലാത്മന, അഖിലത്തിൻ്റെയും കാരണസ്വരൂപമായിരിക്കണ വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള കൽക്കി ധർമ്മത്രാണായ, ധർമ്മം രക്ഷിക്കാനും സാധൂനാം, സാധുക്കളുടെ ജന്മകർമാനുപത്തി, ജന്മത്തെയും കർമ്മത്തെയും നശിപ്പിക്കാനുമായിക്കൊണ്ട് ശംഭള ഗ്രാമമുഖ്യസ്യ, ശംഭള ഗ്രാമമുഖ്യനും മഹാത്മാവായിട്ടുള്ള വിഷ്ണു യശസ് എന്ന് പേരായിട്ടുള്ള ബ്രാഹ്മണസ്യ, ബ്രാഹ്മണൻ്റെ ഭവനെ, വീട്ടിൽ അവതരിക്കുന്ന. അപ്പോൾ ചരാചരങ്ങളടങ്ങിയ ലോകത്തിൽ പൂജ്യനും സർവ്വസ്വരൂപങ്ങളിലും അന്തര്യാമിയായിരിക്കണമുണ്ട്. സർവകാരണാത്മാവും ധർമാധർമ്മഫലങ്ങളനുസരിച്ച് ലോകമര്യാദ നിലനിർത്തണവനും സർവജീവജാലങ്ങളുടെ ആത്മാവും അല്ലേ, അഖിലാത്മന അല്ലേ, ധർമ്മം അധർമ്മ ഫലങ്ങളനുസരിച്ച് ലോകമര്യാദ നിലനിർത്തുന്നതിനായിട്ടുള്ള സർവേശ്വരൻ ധർമ്മത്തെ നിലനിർത്താനും സാധുക്കളുടെ മോക്ഷപ്രതിബന്ധികളായിട്ടുള്ള ജന്മകർമ്മങ്ങളെ തീർത്ത് മോക്ഷം കൊടുക്കുവാനായിട്ട് ഗ്രാമത്തിൽ ശംഭള ഗ്രാമമുഖ്യനും മഹാത്മാവുമായിട്ടുള്ള വിഷ്ണു യശസ് എന്ന് പേരായിട്ടുള്ള ബ്രാഹ്മണൻ്റെ ഭവനത്തിൽ മകനായിട്ട് വീട്ടിൽ കൽക്കിയായിട്ട് അവതരിക്കും. അശ്വമാശുഗമാരുഹ്യ ദേവദത്തം ജഗൽപതി അസിന സാധുദമനം അഷ്ടൈശ്വര്യഗുണാന്വിത അശ്വമാശുഗമാരുഹ്യ ദേവദത്തം ജഗൽപതി അസിന സാധുദമനം അഷ്ടൈശ്വര്യഗുണാന്വിതാം വിചരന്നാശുനാക്ഷൂണ്യാം ഹയേന പ്രതിമദ്യുതീ നൃപലിംഗച്ഛദൂദസ്യൂൻ കോടിശൂനിഹനിഷ്യതി. അഷ്ടൈശ്വര്യഗുണാന്വിത, 8 വിധം ഐശ്വര്യങ്ങളോട് ഉത്കൃഷ്ട ഗുണങ്ങളോടുകൂടിയവനും അപ്രതിമദ്യുതി, പ്രതിമയില്ലാതിരിക്കണവനും എന്ന തേജസ്സോടുകൂടിയ ജഗൽപതി ലോകനാഥനെ സുഖം ശീഘ്രം സഞ്ചരിക്കണം. അസാധുദമനം, അസാധുക്കളെ അടക്കണവും ദേവദത്തം അശ്വം, ദേവദത്തെന്ന് പേരുള്ള അശ്വത്തെ ആരുഹ്യ കരേറി അശുനാതേന ഹയേന ക്ഷുണ്യാം വിചരൻ, ശീഘ്രഗാമിയായിട്ടുള്ള കുതിരയോടുകൂടി ഭൂമിയിൽ സഞ്ചരിച്ച് നൃപലിംഗച്ഛത, രാജവേഷത്തിൽ മറയ്ക്കപ്പെട്ട ദസ്യൂൻ, ശത്രുക്കളെ അസിനാവാളുകൊണ്ട് കോടിശനിഹനിഷ്യതി, കോട്ടികളായിട്ട് കൊല്ലുമെന്ന് പറയുക. ധർമ്മത്തെ സംരക്ഷിക്കാൻ ഭഗവാൻ എന്താ ചെയ്യുക? കൽക്കി എന്ന് പറയുകയാണ്. അണിമാദികളായിട്ടുള്ള അഷ്ടൈശ്വര്യങ്ങളും സത്യസങ്കല്പശക്തി, ശൗര്യം മുതലായ ഉത്കൃഷ്ട ഗുണങ്ങളും അസാധാരണവും സാദൃശ്യമില്ലാത്തതുമായിട്ടുള്ള തേജസ്സുള്ള ഭഗവാൻ ലോകനാഥൻ ദുഷ്ടജനങ്ങളെ അമർത്തിയടക്കണതിന് ശക്തിയുള്ളതും അതിവേഗത്തിൽ അതിശീഘ്രം സഞ്ചരിക്കണവും ദേവദത്തെന്ന് പേരുള്ള കുതിരയുടെ മുകളിൽ കയറി ഭൂമിയിൽ സർവത്ര സഞ്ചരിച്ച് അവിടെ രാജാക്കന്മാരെന്നുള്ള നില നടിച്ച് ജനസമുദായത്തെ ദ്രോഹിക്കണ അധർമ്മിഷ്ഠരെ
കൂടി അധർമ്മിഷ്ഠരെ വാളുകൊണ്ട് അങ്ങോട്ട് സംഹരിക്കുന്നു പറയുക. അധതേഷാം ഭവിഷ്യന്തി മനാംസി വിശദാനി വൈ വാസുദേവാംഗരാഗാദി പുണ്യഗന്ധാനിലസ്പൃശം പൗരജാനപദാനാം വൈ ഹതേഷു അഖിലദസ്യുഷു സകല ശത്രുക്കളും ഹതേഷു ഹനിക്കപ്പെട്ടിരിക്കും വിഷയത്തിൽ വാസുദേവാംഗരാഗാദി പുണ്യഗന്ധാനിലസ്പൃശം വാസുദേവൻ്റെ അംഗത്തിലുള്ള അംഗരാഗത്തിൻ്റെ പുണ്യഗന്ധത്തോടുകൂടി അനിലിൻ്റെ വായു സ്പർശത്തോടുകൂടിയ തേഷാം പൗരജാനപദാനാം പട്ടണങ്ങളിലും ദേശങ്ങളിലും വസിക്കുന്നു അവരുടെ മനാംസി മനസ്സുകൾ വിശദാനി ഭവിഷ്യന്തി നിർമ്മല. ഇപ്രകാരം ലോകോപദ്രവകാരികളായിട്ടുള്ള അധർമ്മിഷ്ഠരെല്ലാവരെയും ഭഗവാൻ ഇങ്ങനെ സംഹരിച്ച് കഴിയുമ്പോഴേക്കും ഭഗവാൻ ശ്രീ വാസുദേവൻ്റെ ശരീരത്തിൽ ധരിച്ചേക്കണ കുറിക്കൂട്ടിന്ന് പുറപ്പെടുന്ന പുണ്യഗന്ധം വഹിച്ചുകൊണ്ടല്ലേ, ചന്ദനഗന്ധം വഹിച്ചുകൊണ്ട് തുളസിയുടെയും ഗന്ധം വഹിച്ചുകൊണ്ട് വീശണ കാറ്റേൽക്കണ ഭൂമിയിലുള്ള പട്ടണവാസികളായിക്കോട്ടെ ഗ്രാമവാസികളായിക്കോട്ടെ ആ ഭഗവാന്റെ ദേഹത്തുള്ള കുറിക്കൂട്ടിൻ്റെ അല്ലേ ചന്ദനത്തിൻ്റെയും തുളസിയുടെ ഗന്ധം വഹിച്ചുകൊണ്ട് വീശണ ഏക്കണ സകല ജീവജാലങ്ങളുടെ പട്ടണവാസികളായിക്കോട്ടെ ഗ്രാമവാസികളായിക്കോട്ടെ അവരുടെ മനസ്സിൽ വിവേകം ഉദിക്കാൻ തക്ക യോഗ്യത ഉള്ളതായിട്ട് ഭവിക്കും. അപ്പോൾ ഭഗവാന്റെ കാറ്റ് ആ മണം അടിച്ചാൽ തന്നെ സർവരുടെ അന്ധകരണ ശുദ്ധി വന്ന് ഋഷിമാരായിട്ട് ഭവിക്കുന്നു. ഈശ്വര തേഷാം പ്രജാവിസർഗശ്ച സ്ഥവിഷ്ഠ സംഭവിഷ്യതി വാസുദേവേ ഭഗവതി സത്വമൂർത്തൗ ഹൃദി സ്ഥിതേ. സത്വമൂർത്തിയായിട്ടുള്ള ഭഗവതി വാസുദേവ് ഭഗവാനായിട്ടുള്ള വാസുദേവൻ ഹൃദയത്തിൽ സ്ഥിതനായിരിക്കും വിഷയത്തിൽ തേഷാം അവരുടെ പ്രജാവിസർഗം സ്ഥവിഷ്ട സ്ഥൂല ശുദ്ധ സത്വസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ശ്രീ വാസുദേവനെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ സന്താനാദി ഭാവങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും. യഥാപതീർന്നു ഭഗവാൻ കൽക്കിർ ധർമ്മപതിർ ഹരീ കൃതം ഭവിഷ്യതി തഥാ പ്രജാസൂതിശ്ച സാത്വികി ധർമ്മപതി ധർമ്മസംരക്ഷകനായിട്ടുള്ള ഭഗവാൻ ഹരി യഥാ കൽക്കി എപ്പോൾ കൽക്കിയിട്ട് അവതരിച്ചു തഥാ കൃതം ഭവിഷ്യ അപ്പകൃതയും തുടങ്ങും. പ്രജാസൂതി പ്രജകളുടെ പ്രസവം സാത്വികി സത്വഗുണം ധരിച്ചതായിട്ടും ഭവിഷ്യു. കൃതയുഗത്തിൻ്റെ ആരംഭം പറയുക സനാതനധർമ്മത്തെ പരിപാലിക്കുന്ന ഭഗവാൻ ശ്രീഹരി എപ്പോൾ കൽക്കിയിട്ട് അവതരിക്കുമോ അപ്പോൾ കൃതയുഗം തുടങ്ങും. പ്രജകളുടെ ഉത്ഭവം സത്വഗുണപ്രധാനികളായിട്ടുള്ള പ്രജകളെ അതിനുശേഷം ഉത്ഭവിക്കുള്ളൂ. യഥാ ചന്ദ്രശ്ച സൂര്യശ്ച തഥാതിഷ്യ ബൃഹസ്പതി യകരാശൗ സമേഷ്യന്തി തഥാ ഭവതി സൽകൃതം. യഥാ ചന്ദ്രസൂര്യ ഇപ്പോൾ ചന്ദ്രനും സൂര്യനും തിഷ്യ ബൃഹസ്പതി പൂയവും ബൃഹസ്പതിയും ഏകവും ഒരു രാശിയിൽ സമേഷ്യ ഒന്നിച്ച് പ്രവേശിക്കൂ തഥാ സൽകൃതം അപ്പോൾ ശോഭനായിട്ടുള്ള യുഗം ഭവിക്കുന്നു പറയുക. അപ്പോൾ കൽക്കി അവതാരം എപ്പോഴും ഉണ്ടാവുമെന്ന് പറയുകയാണ്. ഈ ചന്ദ്രൻ സൂര്യൻ ബൃഹസ്പതി വ്യാഴേ ഇവരെ പൂയം നക്ഷത്രത്തിൽ ഒരുമിച്ച് കർക്കിടക രാശിയിൽ എപ്പോൾ ഒരുമിച്ച് നിൽക്കുമോ അപ്പോൾ മംഗളാസ്പദമായിട്ടുള്ള ഭഗവാൻ കൽക്കിയുടെ അവതാരം ഉണ്ടാവും. അന്ന് മുതൽക്ക് കൃതയുഗം തുടങ്ങും. തഥാതത്കൃതം എന്ന പാഠഭേദം കൃതമായിരിക്കുന്നു സാരം. ഏതീതാ വർത്തമാനായേ ഭവിഷ്യന്തി ച പാർത്ഥിവ തേത ഉദ്ദേശത പ്രോക്ത വംശീയ സൂര്യയു. തേ പാർത്ഥിവ യാതൊരു രാജാക്കന്മാർ അതീത കഴിഞ്ഞിരിക്കണോ വർത്തമാനം എപ്പോഴിരിക്കണോ ഭവിഷ്യതി ച ഭവിക്കണോ തേ അവരും സോമസൂര്യയോ ചന്ദ്രസൂര്യന്മാരെ വംശീയ വംശത്തിൽ ജനിച്ചവരും തേ അങ്ങോടെ കൊണ്ട് ഉദ്ദേശത സംക്ഷേപമായിട്ട് ഇപ്പോൾ 9ാമത്തെ സ്കന്ധം മുതൽ ആരംഭിച്ച വൈവസ്വതമനു എന്നുണ്ടായ ചന്ദ്രസൂര്യവംശങ്ങളിലെ രാജാക്കന്മാരെ ചരിതം അവസാനിപ്പിക്കുക. രാജാവ് വൈവസ്വതമനു തരത്തിൽ ചന്ദ്രസൂര്യവംശങ്ങളെ ആശ്രയിച്ച് ജനിച്ചവരും ഇനി ജനിക്കാൻ പോകുന്നവരും ഇപ്പം ഇരിക്കുന്നവരായിട്ടുള്ള രാജാക്കന്മാരുടെ ചരിതം സംക്ഷേപിച്ച് അങ്ങോട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞേക്കണു. ആരഭ്യ ഭവതു ജന്മ യാവനന്ദാഭിഷേചനം ഏതത് വർഷസഹസ്രം തു 115 ഭവതാ ജന്മ ആരഭ്യ ഭവാന്റെ ജന്മം മുതൽ യാവത് നന്ദാഭിഷേകനം നന്ദൻ്റെ അഭിഷേകം വരെയുള്ള ഇത് വർഷസഹസ്രം 1000 വർഷവും 100 15 എൻ്റെ കാലം മുതൽ ചന്ദ്രവർഷം എത്ര നിലനിൽക്കുന്നല്ലേ പരീക്ഷത്തിൻ്റെ ചോദ്യം. അത് അതിന് മറുപടി അറിയണം. അങ്ങയുടെ ജന്മം മുതൽക്ക് നന്ദൻ്റെ അഭിഷേകം വരെയുള്ള 1115 വർഷമാണ്. അത്രയും കാലം ചന്ദ്രവംശം
നിലനിൽക്കും. അപ്പോൾ നമ്മൾ ഇനി 26 നിർത്തിയിട്ട് നാളെ 27 തുടങ്ങും. ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ ഗോപികാ ചരണസ്മരണം ഗോവിന്ദ.